അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് തുടങ്ങുകയാണ് ഗൈസ്. അതായത് നമ്മൾ പാലക്കാട് നിന്ന് ഊട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. പിടിച്ചിട്ട് നമുക്ക് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ വിഷസ് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാണ്ട്. 2025 ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് പോണത് മലപ്പുറം ജില്ലയിലേക്കാണ് ഗൈസ്. മലപ്പുറം ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ പോണത് ഒരുപാട് പ്രസിദ്ധമായ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായ ഒരു പ്ലേസ് ഉണ്ട് ഗൈസ്. ആ സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോണത്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുന്ന മിനി ഊട്ടിയുടെ കേസ്, അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഊട്ടിയിലെ പോലെ തന്നെ മഞ്ഞൊക്കെ വരുന്ന ആ കാഴ്ചകളൊക്കെ കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലിട്ട കേസ്. അപ്പോൾ എൻട്രൻസ് ഫീസ് എത്രയാണ്, അവിടുത്തെ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എത്ര രൂപ കൊടുക്കണം, പിന്നെ അവിടെ മെയിനായിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ്, അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിരിക്കേണ്ട കേസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മൾ മിനി ഊട്ടി ഏകദേശം എത്താനായിട്ട് ഗൈസ്. അതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു വൈബ് ലാൻഡ് കൊണ്ട് ഒരു പൂള് ഉണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയാണ്. ഇവിടെയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ റോഡാണ് കേട്ടോ ഗൈസ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഒരു മലൻ്റെ മേലെയാണ് മിനി ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തണമെങ്കിൽ തന്നെ നമുക്ക് 1-2 കിലോമീറ്റർ കയറ്റം കാരണം കേട്ടോ ഗൈസ്. പക്ഷേ ഇവിടുത്തെ റോഡ് ഭയങ്കര മോശമായിരുന്നു. എന്താ പറയുക, നമ്മുടെ ബൈക്കിലൊക്കെ വരുന്നവർക്ക് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല കയറ്റവും റോഡാണെങ്കിൽ ഫുള്ള് കുണ്ടും കുഴിയായിട്ടുള്ള റോഡാണ് കേട്ടോ ഗൈസ്. നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ പറയുക, അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്കായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് കയറ്റമൊക്കെ കയറിയിട്ട് ഇങ്ങനെ വരുമ്പോൾ 2 വഴികൾ ഇവിടെ കാണുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ആദ്യം റൈറ്റ് കാണുന്ന വഴിയിലേക്ക് പോയി നോക്കുമ്പോൾ ലെഫ്റ്റ് ആ കയറ്റത്തിലാണ് കേട്ടോ മിനി ഊട്ടി. അപ്പോൾ എന്തായാലും തിരിച്ചു പോയിട്ട് അതിലൂടെ നമുക്ക് മേലേക്ക് പോകണം, മിനി ഊട്ടി എന്ന ഈ വലിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല കയറ്റമാണ്. മിനി ഊട്ടിയിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരു മലൻ്റെ മേലെയാണ് കേസ് കയറേണ്ടത്. അല്ലേ, കുത്തനെയുള്ള കയറ്റമാണ്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഫോണിൽ അറിയില്ല അല്ലേ. അങ്ങനെ പാലക്കാട് നിന്നും ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് വന്നിരിക്കാണ്ട് കേസ്. അപ്പം നിന്ന് നമ്മൾ ഊട്ടിയിലെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടാ. അയ്യോ, വണ്ടി വലിക്കുന്നില്ല. വണ്ടി നമ്മൾ അവിടെ നിന്നല്ലേ കയറി വന്ന്. അടിപൊളി അല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നമ്മുടെ മിനി ഊട്ടിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഇവിടെയാണ്. മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈന്, ഫാമിലി റോപ്പ് റൈഡർ, ഹൊറർ ഹൗസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അണ്ടർ വാട്ടർ അക്വേറിയം, ഹൊറർ ഹൗസ്, ഗ്ലാസ് ബ്രിഡ്ജ്, മിറർ മെയ്സ്, പെറ്റ്സ് പാർക്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ മലയുടെ മേലെയാണ് കേസ് മിനി ഊട്ടി. അപ്പോൾ ഈ കാണുന്നതാണ് മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് കേസ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നേരെ കാണുന്നതാണ്, റൈറ്റിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാട്ടോ. ഒരാൾക്കോ എൻട്രി ഫീസ് ഫ്രീ ആണ്. എൻട്രി ഫീസ് ഒക്കെ ഫ്രീ ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തോട്ടെ കേസ്. എൻട്രൻസ് ഫീസ് ഫ്രീ ആണ് നമുക്ക്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ. ഒരാൾക്ക് 200 രൂപയാണ്. അപ്പോൾ 2 ആൾക്ക് 400 രൂപയാണ് വലിയ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ഫീസായിട്ട് വരുന്നത് കേട്ടോ.
ഗൈസ്, ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് തുടങ്ങുകയാണ് ഗൈസ്. അതായത് നമ്മൾ പാലക്കാട് നിന്ന് ഊട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ഊട്ടിയല്ല, ഇത് നമ്മുടെ മലപ്പുറത്തുള്ള മിനി ഊട്ടിയിട്ടാണ് ഗൈസ്. ഒരുപാട് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഇപ്പോൾ അടുത്തുള്ള എല്ലാ ചാനലുകളിലും വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു പ്ലേസാണ് ഗൈസ് നമ്മുടെ മിനി ഊട്ടി. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ടൂറിസ്റ്റ് പ്ലേസായിട്ട് ആക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേസ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അണ്ടർ ടണൽ അക്വേറിയം, പിന്നെ പെറ്റ്സുകളൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ് കേസ്, ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇത് കാണില്ല കേസ്, നമ്മൾ മിനി ഊട്ടി എന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് ഈ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. വാവ്, നോക്ക് ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളി വ്യൂ ഇട്ട് ഗൈസ്. എന്താ പറയാ, നമ്മൾ ഊട്ടിയിലെത്തിയ ആ ഫീല് ഇതൊക്കെ കാണുമ്പോൾ കാണില്ല ഗൈസ്. നമ്മൾ അങ്ങ് താഴെ നിന്നാണ് ആ മലകൾ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതും എൻ്റെ 4 വീല് സെറ്റ് ചെയ്ത വണ്ടിയിലാണ് ഗൈസ് വന്നത്. അല്ലേ സാർ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇന്ന് എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ മിനി ഊട്ടിയിലൊക്കെ വരാൻ പറ്റിയ അടിപൊളിയിട്ട് ഗൈസ്, സൂപ്പർ. അപ്പോൾ ഇന്ന് മിനി ഊട്ടിയിലെ അടിപൊളി കുറേ കാഴ്ചകളായിരിക്കും. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗൈസ്. എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. 24 hours. ഞാൻ ഇന്നലെ ഗൂഗിളിൽ നോക്കിയപ്പോൾ 24 hours തുറന്നിരിക്കണമെന്നാണ് കാണിച്ചത്. അപ്പോൾ പിന്നെ സിപ്പ് ലൈന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്ക് നെടിയിരുപ്പ് ഗ്രാമപഞ്ചായത്തിലെ അരുമ്പ്ര മലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മിനി ഊട്ടി. യഥാർത്ഥ ഊട്ടിയുടെ അത്രത്തോളം മനോഹരമായ മലകളും കുന്നുകളും കൊണ്ട് പ്രകൃതി രമണീയമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് മിനി ഊട്ടി. ഇവിടെ എല്ലാ സമയത്തും തണുപ്പാണ്. വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. അപ്പോൾ ഈ മിസ്റ്റി ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോ പോയിൻ്റ് ഏരിയകളുണ്ട് കേട്ടോ കേസ്. എന്താ പറയുക, നമ്മുടെ കാളവണ്ടി നിൽക്കുന്നത് ഇത് ഐ ലവ് മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേസ്. ആഹാ, മഞ്ഞ് കയറി വരുന്ന ആ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ അടിപൊളിയായിരിക്കും കേസ്. അല്ലേ, വലിയൊരു നമ്മൾ ഏറ്റവും മലൻ്റെ മേലെയാണ് ഈ മിസ്റ്റി ലാൻഡ് കേട്ടോ. താഴെ കണ്ടില്ല കേസ്, നമ്മൾ അതിലൂടെ വന്നത്. ഓപ്പോ ഇതിലേക്കോ കറങ്ങിയിട്ടാണ് കേസ്. ഇതിൽ പിന്നെ ഒരുപാട് വീടുകൾ, കുഞ്ഞു വീടുകൾ. അടുത്തെത്തുമ്പോൾ ഏറ്റവും 2 നില വീടൊക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ കുഞ്ഞു വീടുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മിസ്റ്റി ലാൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ കേസ്, അത് ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുകയാണെങ്കിൽ ഒരാൾക്ക് 200 രൂപ, ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൽ കയറാൻ വേണ്ടി 200 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ആദ്യം ഉള്ളിലേക്ക് കയറിയത്. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് ആക്ടിവിറ്റീസിനും പൈസ കൊടുക്കണം കേട്ടോ കേസ്. ഏതിലേക്കൊക്കെ കയറേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഉണ്ട്. ഹൊറർ ഹൗസ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ അക്വേറിയൊക്കെ, അക്വേറിയം ടണലില്ലേ നമ്മൾ മറൈൻ വേൾഡിലൊക്കെ പോയി കാണുന്നത്, അതേപോലത്തെയൊക്കെ ഈ ഇതിനകത്താണുള്ളത് കേട്ടോ, ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയല്ലോ സാർ. വാവ്, അത് എവിടെ എത്തി, അടുത്തുകൂടി പോകണല്ലേ ഫ്ലൈറ്റ്. നോക്ക്, മിസ്റ്റി ലാൻഡിൻ്റെ മേലോളം നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട, കോഴിക്കോട്ട് നിന്ന് വരുന്നതായിരിക്കുമോ? അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോണത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറിയിട്ട് വരാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡ് കുട്ടികളുടെ പാർക്കാണ് ഗൈസ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കോഫി ഷോപ്പ്, ജ്യൂസ് കിട്ടുന്ന കടകൾ, അങ്ങനെ ഒരുപാട് കടകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഹൈറ്റിലാണ് കേസ് നമ്മൾ നിൽക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടല്ലേ, ഓഹോ, അതാ താഴെ അടിപൊളിയാണ്.
അപ്പോൾ അവർ നമുക്ക് ഡ്രോണിൽ വേണമെങ്കിൽ ഡ്രോണിൽ എടുത്തു തരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡ്രോണിൽ എടുക്കണ്ട അല്ലേ സോ? ഇന്ന് അയാൾ ലീവ് ആയതുകൊണ്ട് ഡ്രോണിൽ എടുക്കണ്ട കേട്ടോ കേസ്. പക്ഷേ വേറൊരു വീഡിയോസ് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓപ്പാ എന്താ ഇതിൻ്റെ ഗ്ലാസ് പിടിച്ച് ഇവിടെ നിന്നുള്ള എന്താ പറയുക, ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്. വാ അല്ലേ? അപ്പോൾ ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ മിനി ഊട്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ കേസ്. നല്ല വ്യൂ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ. ആണല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലെ വ്യൂ വരുന്നത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ കേസ്. പിന്നെ വൈകിട്ടൊക്കെ കണ്ടല്ലേ ഈ ലൈറ്റിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു ഭംഗിയിലുള്ള വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിരിക്കും അല്ലേ സാർ? അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട് വീഡിയോസ് എടുത്ത് തന്നെ ആൾ. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞിട്ട് വേണം ഇതിലൂടെ നടക്കുന്നൊരു അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ പോകണം അല്ലേ? ഓക്കേ. അടിപൊളിയാണ് കേസ്. ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് കേസ്. മേലെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തല കറങ്ങും. അത്രയും പൊക്കത്തിലാണ്, നല്ല നീളവും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കേസ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ആളുണ്ട് കേട്ടോ കേസ്. നമ്മൾ പറഞ്ഞാൽ മതി. അവർ ഫോണിൽ നമുക്ക് എടുത്തു തരികയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് എടുത്തു തരുന്നുണ്ട് കേസ്. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അവർ നമുക്ക് എടുത്തു തരുന്നതിന് 100 രൂപ. ഡ്രോൺ വിഷ്വലായിട്ട് എടുക്കണമെങ്കിൽ അതിന് 200 രൂപയല്ല 500 രൂപയാണ് കേസ്. ഞാൻ 200 വിചാരിച്ചത്, 500 രൂപയാണ് ഡ്രോണിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഡ്രോണിൽ എടുക്കുന്ന ചേട്ടൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോണിൽ അവർ ഒരു അടിപൊളി വീഡിയോസ് എടുത്തു തന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മിസ്റ്റി ലാൻഡിൽ വരാൻ പറ്റിയിട്ട് കേസ്. മിനി ഊട്ടി ഒരുപാട് ഇപ്പോൾ റീലുകളിലും ഷോർട്സ് വീഡിയോസിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള ആ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അല്ലേ? അടിപൊളിയായിട്ട് കേസ്. അപ്പോൾ നമുക്ക് ഇനി വേറെ കാഴ്ചകളൊക്കെ കൂടി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകണം എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1-ാം തീയതി ആയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണട്ടെ കേസ്. ഞങ്ങൾ എന്താ പറയുക, ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ്. ഓക്കെ. ഉണ്ടാക്കിയിരിക്കണം നോക്കുക ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജ് ഇതൊക്കെ പണി കഴിച്ച അല്ലേ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ അല്ല എന്താ പറയുക, ആളുകൾക്ക് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് പറയാൻ. നമ്മൾ റോപ്പിലും റോപ്പ് കാറിലൊക്കെ പോയിട്ടുണ്ട്. ഇത് നടന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. നമ്മുടെ കാല് കൊണ്ട് ചവിട്ടി ഈ ഗ്ലാസിന് മേലെ കൂടെ നടക്കുന്ന ഒരു ഫീല്. അത് എത്രയും പൊക്കത്തിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്ന സമ്മതിക്കണ്ട. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേസ്. അപ്പം ഇനി എന്തായാലും അങ്ങോട്ട് പോവാം അല്ലേ? അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് നോക്കി കഴിയുമ്പോൾ അവിടെയാണ് കേസ് പെറ്റ്സ് പാർക്ക് കാണുന്നത്. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത്, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപ്പിലിട്ടതും മുളക് പുരട്ടിയതുമായിട്ടുള്ള ഒരുപാട് പൈനാപ്പിളും നെല്ലിക്കയും ഒക്കെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന പോലുള്ള ഒരു കാഴ്ചയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കണ്ടത് ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് കേസ്. ഐസ്ക്രീമുകൾ ഞങ്ങൾ ഒരു എന്താണ് ചുരണ്ടി ഐസ്
ഐസ്ക്രീമൊക്കെ വാങ്ങണം വേണ്ട ഇങ്ങനെ നിൽക്കാട്ടെ കേസ്. ഇത് കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഫ്രണ്ടിൽ തന്നെ ഐസ്ക്രീമൊക്കെ കിട്ടുന്ന ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടതും മുളക് പുരട്ടിയതൊക്കെ കണ്ടിട്ട് വായിൽ വെള്ളം വന്നിട്ട് നിൽക്കാണ്ട് കേസ്. അപ്പോൾ എന്താ കഴിക്കാമെന്ന് പറഞ്ഞ് കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സൗ പറഞ്ഞത് നമുക്ക് എന്നാൽ പിന്നെ ഒരു ബൂസ്റ്റ് കുലുക്കി കഴിച്ചാലോ എന്നാണ്. അപ്പോൾ ഈ ബ്രോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി കുലുക്കിയിട്ട് ഒരു ബൂസ്റ്റ് കുലുക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ മിറർ മേസിലേക്ക് കയറാൻ പോകാൻ കേസ്. ഞാൻ സൗ ഇല്ല സൗ പോവാ. ഓക്കെ എഴുതിയാണ് ഇത്. പിടിച്ചോ പിടിച്ചോ. ഒരു മിനിറ്റ് ഇത് പിടിക്കട്ടെ. എന്നിട്ട് അപ്പുറത്തെ കൈ പിടിക്കാൻ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾ മിറർ മേസിൽ. എവിടെ തിരിഞ്ഞാലും നമ്മളുടെ മിറർ മേസില് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിരിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും നമ്മളെ കാണും. ഏരിയ ഫോണെന്നൊക്കെ നോക്കട്ടെ. ഇതായിരിക്കും പിടിച്ചിട്ട് നടക്കും. കൈ കൊണ്ട് തൊട്ട് നോക്കട്ടാ. അയ്യോ ചേട്ടാ പെട്ടു. നീ പോ സൗ പോട്ടോ. ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടേ പോവുള്ളൂ. പേടിയ പോയാലും നമ്മളെ കറക്റ്റായിട്ട് കറക്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇറങ്ങി പോകട്ടാ. ഇതിയല്ല ഞാൻ നീ പോയി ഇടിച്ചേനെ. തല ഇടിച്ചേനെ. അടിപൊളി അടിപൊളിയില്ലേ. എവിടെ എത്തി? ഇവിടെ അല്ല ഞാൻ. ദിസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേസ് ഈ മിറർ മേസ്. പക്ഷെ ഏത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഇല്ലെങ്കിൽ അവിടെ പോയി തലയിട്ടാ ചില്ല് വെറുതെ പുറത്തേക്ക് പോകണം. എവിടെ എത്തി? ഇവിടെ ഒന്നും ഇല്ലേ? നടക്കുന്നത്
പെട്ടാ ഇല്ലല്ലേ അതെ തിരിഞ്ഞ് തിരിഞ്ഞ് പോണല്ലോ എത്തുന്നില്ലല്ലോ. എത്തണില്ല. അയ്യോ നമ്മളിവിടെ നോക്കായ. അപ്പോൾ മിറർ മേസിലെ ഭയങ്കരമായൊരു അനുഭവമായിരുന്നു കേട്ടോ കേസ്. ഞങ്ങൾക്ക് ലാസ്റ്റ് എനിക്ക് തലകറക്കം പോലെയൊക്കെ വന്നു. കാരണം വെളിയിലേക്ക് പോകാൻ ചെറിയ റൂമൊക്കെയാണ്, നല്ല എന്താ പറയുക, പക്ഷേ നമുക്ക് ഏതി തിരിഞ്ഞാലും നമ്മളെ മാത്രം കാണുന്നു, വെളിയിൽ പോകാൻ പറ്റാണ്ടാവുമോ എന്നുള്ളൊരിതിൽ ആകെ പേടിച്ചിടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇനി വീഡിയോ എടുക്കണ്ട, ഓഫാക്കുക പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ കേസ്. അത് അപ്പോഴേക്കും നമ്മൾ ആ സൈഡ് നമ്മൾ തിരിഞ്ഞ് ഒരു റൗണ്ട് വരുമ്പോൾ തന്നെയാണ് നമ്മൾ കയറിയ ഭാഗത്തൂടെ തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ എന്താ പറയുക, മിനി ഊട്ടിയിൽ വന്നിട്ടുള്ള ഒരു അടിച്ച് പൊളിച്ച ദിവസമായിരുന്നു കേട്ടോ ഗൈസ് ഇന്നത്തെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു എന്താണ് ചുരണ്ടി ഐസ് ഇട്ട് ഗൈസ്, ഈ കാണുന്ന ചുരണ്ടി ഐസാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കിട്ടുന്നതാണ് അവിടെ കാണിക്ക്. ഇതാണ് കേസ് ചുരണ്ടി ഐസ്. കഴിച്ചായിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? എങ്ങനെയുണ്ട് നോക്കിയാലോ? അവിടെ കുടിച്ച് നോക്കുന്നത്. ഓക്കെ, ഞാൻ കുടിച്ച് നോക്കാം. അവിടെ ഐസാണ്, ഇളക്കണ്ടേ? ഇതിൽ ഐസ് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഒട്ടുക്കടല, പിന്നെന്താ ഈ ചോപ്പ് ഐസാണത്, ചുരണ്ടി ഐസ്. ഇതെന്താ അവിടെ? അത്ര വേണം. ല്ലേ? അപ്പോൾ ഞങ്ങൾ മിനി ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് കേസ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പാർക്കിങ്ങിലാണ്. പാർക്കിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേസ്. അടിപൊളി കാഴ്ചയാണ് താഴെ കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്താണ് കാറുകളും ബൈക്കുകളൊക്കെ നിർത്തുന്നത് കേട്ടോ. മിനി ഊട്ടിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ്. നിറയെ എന്താ പറയുക സ്ഥലമുണ്ട് കേട്ടോ വണ്ടികൾ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേസ്. ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ. അപ്പോൾ കേസ് ഞങ്ങൾ മിസ്റ്റി ലാൻഡ് എന്താ പറയുക നാച്ചുറൽ പാർക്ക് ഇട്ട കേസ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അടിപൊളി കാഴ്ച എന്നിട്ട് കേസ്. ഏറ്റവും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടത് നമ്മുടെ എന്താണ് ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കയറിയ എന്താണ് മിറർ ഫേസ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ കേസ്. അതൊക്കെ എൻജോയ് ചെയ്തു. എന്തായാലും ഉച്ചയായിട്ട് കേസ് ഞങ്ങൾ ഇനി പാലക്കാട്ടേക്ക് പോവുകയാണ് കേസ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം.